നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുംബൈ ഛത്രപതി ശിവാജി ടെർമിനസിൻ്റെ മുമ്പിലാണ്. നമ്മളിവിടെ നിൽക്കുന്ന നിരവധിയായ കച്ചവടക്കാർ ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടുത്തെ കച്ചവടക്കാരുടെ ഒരു പ്രത്യേകത. ഇവിടെ മലയാളി കച്ചവടക്കാരും ഉണ്ട്, ഇഷ്ടംപോലെ വന്ന് താമസിക്കുന്നവരും ഉണ്ട്. ഒരുപാട് നിരവധി ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഈ തെരുവിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. നിരവധിയായി, അതുമാത്രമല്ല പുരാതനമായ നിരവധി ബിൽഡിങ്ങുകൾ ഈ മുംബൈ നഗരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ മുംബൈ നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നോക്കിയറിയാം, നമുക്ക് ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഒരു ചേട്ടൻ്റെ കടയിലാണ്. നോക്കി, വർണ്ണാഭമായ ബാഗുകൾ അദ്ദേഹം കച്ചവടം ചെയ്യുന്നുണ്ട്. അദ്ദേഹം കണ്ണൂരിൽ നിന്നും മുംബൈയിൽ വന്നാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. നല്ല രീതിയിലുള്ള മികച്ച രീതിയിലുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടുത്തെ ക്യാബുകൾ കണ്ടല്ലോ. അത് കറുപ്പും മഞ്ഞയും അടിച്ചിട്ടുള്ള ക്യാബുകൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ രാഷ്ട്രീയ ചൂട് നമുക്കറിയാം. മുംബൈയിലെ 6 ലോക്സഭാ സീറ്റുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നത്. അതായത് നോർത്ത് മുംബൈ, സൗത്ത് മുംബൈ, നോർത്ത് ഈസ്റ്റ് മുംബൈ, നോർത്ത് വെസ്റ്റ് മുംബൈ, മുംബൈ സെൻട്രൽ, ഇത്തരത്തിൽ 6 ലോക്സഭാ മണ്ഡലങ്ങൾ മുംബൈക്കകത്ത് തന്നെയുണ്ട്. മെയ് 20-നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുംബൈയിൽ നടക്കാൻ പോകുന്നത്. മെയ് 20-ന് വോട്ടിംഗ് ശതമാനം താരതമ്യേന ഓരോ ഘട്ടത്തിലും കുറയുന്നുണ്ട് എന്നുള്ള കണക്കാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തു വരുന്നത്. അപ്പോൾ ആ പുറത്തുവിടുന്ന ഈ കണക്കനുസരിച്ച് അവർക്ക് ഈ വോട്ടിംഗ് ശതമാനം കുറയുന്നത് ആരെ പിന്തുണയ്ക്കും? മഹാവികാസ് അഘാടി സഖ്യവും മഹാബോധി സഖ്യവും, 2 സഖ്യങ്ങൾ തമ്മിലുള്ള ഒരു നേർക്കുനേർ മത്സരമാണ്. നമുക്കറിയാം, ഏകനാഥ് ഷിൻഡെ അവിടെ കൃത്യമായി പറഞ്ഞ ശിവസേനയിലെ ഒരു വിഭാഗത്തിന്, പ്രബല വിഭാഗത്തിനെ കൊണ്ടുപോയപ്പോൾ ഉദ്ധവ് താക്കറെയുടെ വിഭാഗം ദുർബലമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. BJPക്ക് ആ കാര്യത്തിൽ, അതായത് ശിവസേനയെ പിളർത്തുന്നതിൽ വലിയ രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അങ്ങനെ BJPക്ക് വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. ഒരുപക്ഷെ ദേശീയ തലത്തിൽ BJPക്ക് 300-ൽ കൂടുതൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ അതിൽ മഹാരാഷ്ട്ര നിർണായകമായ പങ്ക് വഹിക്കേണ്ടതാണ്. നമുക്കറിയാം, 2014-ലും 2019-ലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കൃത്യമായി പറഞ്ഞാൽ 30-ൽ കൂടുതൽ സീറ്റുകൾ BJP സഖ്യത്തിന് കിട്ടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നാലും 30-ൽ കൂടുതൽ സീറ്റുകൾ കിട്ടി. പക്ഷേ ഇത്തവണ അതിൽ കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്.